പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നുള്ളത് തൃശ്ശൂർ ജില്ലയില് ആറങ്ങോട്ടുകര തളി റോഡിലാണ് അല്ലേ. നമ്മുടെ സ്വന്തം നാട് തന്നെയാണ്. ഇവിടെ നമ്മുടെ പിള്ളേര് കച്ചവടത്തിലാണ്. അപ്പൊ ഞാൻ ഈ വഴി ഇങ്ങനെ പോകുമ്പോഴേ ഇവിടെ ഇങ്ങനെ കച്ചവടം ചക്ക ഇരിക്കുന്നുണ്ട്, അതുപോലെ ഇങ്ങനെ എന്താ പറയാ മാങ്ങി നെല്ലിക്കും ചാമ്പക്കൊക്കെ അല്ലേ, അതിങ്ങനെ കവറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടുപേരെ പേര് ചോദിക്കാൻ വിട്ടുപോയി. എന്താ പേര്? സിനാന്, അക്ഷയ്. സിനാന് നോമ്പൊക്കെ എടുത്തിട്ട് കൊണ്ടു? എല്ലാ നോമ്പ് എടുത്തോ? ഒന്നും വിട്ടിട്ടില്ല. അടിപൊളിയാണല്ലോ. അപ്പൊ നമ്മുടെ ഈ ചക്കൊക്കെ എവിടുന്നാണ്? കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിലത്തൊക്കെ കഴിയാറായാലും ഏകദേശം നമ്മൾ കിട്ടുന്ന പൈസ ഒക്കെ ഒപ്പം വാങ്ങി കൂട്ടുന്നില്ലേ? എന്താണ് സംഭവം? ഇതിന്റെ ഉള്ളിലത്തൊക്കെ കഴിഞ്ഞല്ലോ. നെല്ലിക്കയില് ആകെ ഒരു നെല്ലിക്ക മാത്രമേ ഉള്ളൂ. അതുപോലെ ചാമ്പക്ക അല്ലേ, ചാമ്പക്ക ഏകദേശം തീരാറായിട്ട്. ഒപ്പം നിങ്ങള് ഫില്ല് ചെയ്യണില്ലേ? കളിക്കാൻ ഫുട്ബോളൊന്നും ഉണ്ടായില്ല, അപ്പൊ ഞങ്ങളിപ്പോ കിട്ടിയ പൈസ ഫുട്ബോൾ വാങ്ങി. അത് ശരി. അപ്പൊ കിട്ടിയോണ്ട് ഫുട്ബോൾ വാങ്ങി കാരണം നിങ്ങളുടെ സാധനം കഴിഞ്ഞേക്കാണ്. എന്നിട്ട് വാങ്ങാൻ പൈസ ഇല്ല. അതെല്ലേ. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ എന്ത് പറയുന്നു? ഇപ്പൊ 2 മാസം വെക്കേഷൻ ആണ്. അപ്പൊ ഈ സമയത്ത് എന്താണ് ശരിക്ക് നിങ്ങള് വീട്ടിലുള്ളവരൊക്കെ എന്താ പറയണേ? വീട്ടില് വെറുതെ ഇരിക്കല്ലേ, സമയം പോവും. എന്നാ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ആവും ചെയ്യും അല്ലേ. അപ്പൊ ആ ബിസിനസ്സോടുള്ള ഇവരുടെ ഒരു നമുക്ക് എന്താ പറയാ അവരൊരു താല്പര്യമാണ് കേട്ടോ. ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും അവർക്ക് ഇപ്പൊ തന്നെ ആ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു 2 മാസം സമയമുണ്ട്. ആ ഒരു സമയം വീട്ടിൽ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവരോട് വന്നിരിക്കുന്നത്. കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ഇവിടെ? ഇപ്പോ ക്യാരറ്റ് വേണോ? പൈനാപ്പിൾ വേണോ? നെല്ലിക്ക വേണോ? ഇത്ര മതിയോ? നമ്മൾ നേരെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ അടുത്തുള്ള ചെറിയൊരു കടയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യം അവിടെ സ്പേസ് ഇല്ലാന്ന് പറഞ്ഞത്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ എത്തിയില്ലേ. സിനാന, അക്ഷയ്, എന്താണ് ഇനി അടുത്ത പരിപാടി? എന്നിട്ട് കൊടുത്തിട്ട് ബോട്ടിൽ ഇട്ടേക്കണം അല്ലേ. അപ്പൊ അതാണ് അടുത്ത പരിപാടി. അപ്പൊ എന്തായാലും ഇവർക്ക് എന്തായാലും നമ്മൾ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. ഇത് വലിയൊരു ബിസിനസ് സംഭവമൊന്നുമല്ല. അവരുടെ ആ ഒരു ചെറുപ്പത്തിലുള്ള എന്താ പറയാ അവരൊരു താല്പര്യം, ബിസിനസ്സിനോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു നേരം പോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും ഇപ്പൊ തന്നെ ഇങ്ങനെ പല പിള്ളേരും എന്താ പറയാ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് കളിക്കാൻ പോകലും മറ്റേ മൊബൈലൊക്കെ കണ്ടിരുന്ന് ഗെയിമൊക്കെ കളിച്ച് നേരം കളയുമ്പോൾ, അപ്പോൾ സിനാനെ പോലെയും അക്ഷയെ പോലൊക്കെ, സിനാനൊക്കെ ഫുള്ള് നോമ്പ് എടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. വെള്ളം പോലും കുടിക്കാതെ ആണ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ പോലെ ചെയ്തിട്ടേ എന്താ എന്നിട്ട് അതിൽ നിന്നുള്ള ലാഭം എന്താ ചെയ്ത്? സൈക്കിൾ വാങ്ങി. അത്യാവശ്യം നല്ല ലാഭം കിട്ടിയാ? കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ലാഭം കിട്ടിയില്ലേ. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ സഹായിച്ചിരുന്നോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്? അങ്ങനെ സഹായിച്ചൊന്നുമില്ല. ഇവര് എന്നും അത് തുടങ്ങി കുറയോ? ഒരാഴ്ച 2 അതെല്ലേ. കഴിഞ്ഞ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നോ? അപ്പൊ കഴിഞ്ഞ പോലെ അവർക്ക് അത്യാവശ്യം സംഭവം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? സപ്പോർട്ട് ഉണ്ട്. എവിടുന്നാള് നെല്ലിക്കൊക്കെ ഓടിച്ചു. അതെ. അവർക്ക് നാളേക്ക് വേണ്ടി ഒരു പൈസ സമ്പാദിക്കുക എന്നൊരു സ്വഭാവം വരും. വരും കൂടുതലുമായിട്ട് പൈസ ഉണ്ടാക്കാൻ. അതെ. കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് മൊബൈലൊക്കെ കളിച്ചിരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട്. അതെ അതെ. അപ്പോൾ നല്ലൊരു തണലില് ഈ മരത്തിന്റെ ചുവട്ടില് അവരിങ്ങനെ ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ അവർക്ക് എന്തായാലും ഭാവിയിൽ നല്ലൊരു പ്രോത്സാഹനമായിരിക്കും. ഇതിലൂടെ പോകുന്ന നമ്മുടെ ചേച്ചിമാരും മറ്റുള്ള ആളുകളൊക്കെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൈസ വിനിയോഗിക്കുക? ലാഭമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ബുക്കൊക്കെ വാങ്ങാനൊക്കെ കിട്ടോ. സ്കൂളിലുള്ള ബുക്ക് വാങ്ങും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലേ. അതൊക്കെ ഇതുകൊണ്ട് വാങ്ങൂലേ. അപ്പൊ ഇനി 1.5 മാസം നമുക്കുണ്ട്. 1.5 പെരുന്നാൾ ഡ്രസ്സ് ഇതൊക്കെ ഇതിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റണല്ലേ. അപ്പൊ നമ്മുടെ അക്ഷയും അതുപോലെ തന്നെ സിനാനെ പോലുള്ള കൊച്ചു എന്താ പറയാ സംരംഭകരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാ കുട്ടികളും മൊബൈലും അതുപോലെ തന്നെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരവിടെ വന്നിട്ട് എന്ത് ചെയ്യണ്? കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെ അല്ലേ കച്ചവടം ചെയ്യാണ്. അവരുടെ കയ്യിൽ എന്താണോ പൈസ ഉള്ളത് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സിനാന്, അക്ഷയ്, എത്ര രൂപക്കാണ് നമ്മൾ ഇവിടെ ബിസിനസ് തുടങ്ങിയത്? 100-150 രൂപക്ക്. ഈ ഒരു സീസണില് ഉദ്ഘാടനം എന്നായിരുന്നു കഴിഞ്ഞത്? 27-ാം തീയതിയാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ആരാ ഉദ്ഘാടനം നിർവഹിച്ചത്? എല്ലാരും കൂടിയിട്ട്. വേറെ എന്തെങ്കിലും നാടൻ മുറിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അങ്ങനൊന്നും ഇല്ല. നമ്മളിവിടെ ബോട്ടിൽ കൊടുന്നു തുടങ്ങിയില്ലേ. അപ്പൊ ചക്ക പോരണുള്ളൂ. ചക്ക ഇനി ഉണ്ടോ നമ്മുടെ അടുത്ത്? വീട്ടിൽ നിന്ന് പോയി പൊടിച്ചോണ്ടിരുന്നത് വിറ്റ് കഴിഞ്ഞാല്. അതെ അല്ലേ. വീട്ടില് കുറെ ചക്ക ഉണ്ടോ? ശരി. അക്ഷയന്റെ വീട്ടിൽ എന്താ ഉള്ളത്? പൈനാപ്പിൾ ഉണ്ട്. അതെന്താ പൊട്ടിക്കാറായിണ്ടോ? ആയിട്ടില്ല. ആവാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. ഈ ഒരു സ്ഥലം ഉള്ളത് തൃശ്ശൂര് ജില്ലയില് തളി ആറങ്ങോട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ഥലം വരുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേരാണ് ഇവരൊക്കെ ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.